സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും അമിതമായ ഫോൺ ഉപയോഗവുമെല്ലാം മനുഷ്യനെ ഒരു കേന്ദ്രത്തിൽ ചുരുക്കുമ്പോൾ ഏവരും ഒത്തുകൂടുന്ന സംഗമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ലഹരി ഉപയോഗം ശാപമായി മാറുന്ന കാലത്ത് കുടുംബസംഗമം പോലുള്ള പരിപാടികൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനാവുമെന്നും മന്ത്രി പറഞ്ഞു. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കുടുംബസംഗമവും യാത്രയയപ്പ് സമ്മേളനവും തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം കൂട്ടായ്മകൾ ഉൾക്കൊള്ളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എപ്പോഴും നിങ്ങളുടെ അവകാശ സമരം, അധികാരാവകാശങ്ങൾ, സേവന വേതന വ്യവസ്ഥ ഇതൊക്കെ വേണം. അതെല്ലാം തന്നെയാണ് സംഘടനയുടെ ആവശ്യം. പക്ഷെ അതോടൊപ്പം ഒരു കുടുംബ സംഗമം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു നിങ്ങളുടെ ജീവിതയാത്രയിലെ ഒരു ആത്മഹർഷം നിറഞ്ഞ അനുവചനീയമായ അനുഭൂതികളുടെ, അനുഭവങ്ങളുടെ, വിചാരത്തിൻ്റെ, വികാരത്തിൻ്റെ ഒക്കെ തന്നെ ഒരു സംഗമീയതയാണ്. അത് ശംഖനാദമാണ് വരേണ്ടത്. അത് ഏറ്റവും അനിവാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ആ ബന്ധങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ശൈഥില്യം. വ്യക്തിബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, അങ്ങനെ ഓരോന്നും. പഴയ കാലത്തൊക്കെ അവിഭക്ത വലിയ സംഘടന നാഷണൽ കോൺഗ്രസിൻ്റെ കാലത്തും ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ കൊണ്ടുപോകുമ്പോൾ ബസ്സിൽ യാത്ര ഇന്ന് പോകുന്നു. പരസ്പരം കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകേതര ജീവനക്കാരുടെ കൂട്ടായ്മയായ എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കുടുംബസംഗമവും മുൻ സംസ്ഥാന പ്രസിഡന്റ് എ രാജേഷ് കുമാറിനുള്ള യാത്രയയപ്പുമാണ് തലശ്ശേരി BMB ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് വി കരിയാട് അധ്യക്ഷനായി. AK ഷിജു, D ഹരികുമാർ, VP മുന്നാസ്, ദീപ ലില്ലി, സ്റ്റാൻലി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.